ഞങ്ങളിവിടെ പോവാണ് ഗൈസ് രാത്രി. സുട്ടന് ബീഫ് മേടിച്ചു കൊടുക്കാൻ. അതെ, സുട്ടൻ ഇവനാട്ടോ. ഇവനെ തന്നെ ഇപ്പൊ സുട്ടൻ അല്ലാതെ വിളിക്കുന്നത്. അങ്ങനെ രാവിലത്തെ വെള്ളിപ്പിടുത്തൊക്കെ കഴിഞ്ഞ് രണ്ടെണ്ണത്തിനെയും വീട്ടിൽ കൊണ്ടാക്കി. അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി ചായ കുടിക്കാൻ വേണ്ടി വരാമെന്ന്. രാവിലത്തെ വെള്ളിപ്പിടുത്തം എന്താണെന്നറിയോ? വേറെ ഒന്നുമല്ല, രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് കൊല്ലം ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊല്ലം തായിരുന്നു അവർക്ക് ഇറങ്ങാൻ പ്ലാൻ. അൺഫോർച്ചുനേറ്റ്ലി ശാസ്താംകോട്ട ഇറങ്ങി. പക്ഷേ അവരുടെ പെട്ടി സേഫായിട്ട് അവർ കൊല്ലത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത്! അങ്ങനെ ഞങ്ങൾ പോയി കൊല്ലത്തെ പെട്ടിക്ക് കളക്ട് ചെയ്ത് അവരെ കൊണ്ടുപോയി വീട്ടിലാക്കി. അങ്ങനെ അവർ വൈകുന്നേരം ചായ കുടിക്കാൻ വന്ന് ഞങ്ങൾ പോട്ടോ. ഇവൻ ഉണ്ടല്ലോ, ഇവൻ എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ വലിയ ഫാനാണ്. അതേ ഗൈസ്, സുട്ടനും ബീഫും എന്ന് പറഞ്ഞാൽ വേർപിരിയാൻ പറ്റാത്ത ബന്ധമാണ്. ഞങ്ങളങ്ങനെ നേരെ കേരളപുരത്തുള്ള എഴുത്താണിയിൽ പോയിട്ട് അവന് പൊറോട്ടയും ബീഫും ഒക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് കുറേ അധികം നേരം ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് അവിടുന്ന് വൈബ് പോരാഞ്ഞ് ഞങ്ങൾ എളമ്പള്ളൂർ വന്നിട്ട് വേറൊരു പുതിയ കടയിൽ നിന്ന് കുറേ ജ്യൂസും ഷേക്കും അവൽ മിൽക്കും ഒക്കെ മേടിച്ചു കുടിച്ചു. പിന്നെ 5 പൈസയ്ക്ക് അഭിനയിച്ച് താ സുട്ട എന്ന് പറഞ്ഞ 50,000 രൂപയ്ക്ക് എക്സ്പ്രഷൻ ഇടുന്നൊരു നല്ല പുത്രനാണ് ദേ ഇവൻ. അതൊക്കെ കഴിഞ്ഞ് ഓൺ ദി വേ ടു ഹോം ഞങ്ങൾ ഒരു കുപ്പി പെട്രോളൊക്കെ മേടിച്ചിട്ടാണ് പോയത്. കാരണം എന്ന് വെച്ചാൽ ബൈക്ക് വീട്ടിൽ പെട്രോൾ ഇല്ലാണ്ട് വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ പെട്രോളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. അവർ ഞങ്ങളുടെ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവർ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ ചായ കൂടിയും ബീഫ് വാങ്ങിച്ച് കൊടുക്കുന്ന കഥയൊക്കെ ഇവിടെ തീർന്നു ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.